ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ചൂടുള്ള സമയത്ത് അടിക്കാൻ പറ്റിയ ബെസ്റ്റ് സംഭവം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം നല്ല ചൂടുള്ളൊരു സമയമല്ലേ, നമുക്ക് 2 കരിക്ക് കിട്ടിയിട്ടുണ്ട്. കരിക്കല്ല, ഇളന്നറാണ് കേട്ടോ. ഉള്ളിൽ പാടയുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഷെയ്ക്ക് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ പോയാലോ, ബാ. ഈ കാണുന്ന 2 ഇളനർ കുട്ടന്മാരെ നമുക്കിപ്പം വെട്ടി ഒരു ഷേപ്പിലാക്കി ഇതിൻ്റെ അകത്തുള്ള വെള്ളം നമുക്ക് കളയണം. വെള്ളം നമുക്ക് അത്യാവശ്യം ആവശ്യമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കുടിക്കാൻ പറ്റും, പക്ഷേ ഇതിനായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു കോലത്തിലോട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ വെള്ളം നമുക്ക് നൈസായിട്ട് ഈ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. നമ്മൾ നൈസായിട്ട് ഒഴിക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് പാളി കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വെള്ളം നമുക്ക് തറയിൽ പോയിട്ടുണ്ട്. ഏതായാലും നമ്മളത് കാര്യമാക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഈ വെള്ളത്തിന് വലിയ റോളൊന്നുമില്ല കേട്ടോ. ഗൈസ്, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. സാധനം കുറച്ച് മൂപ്പായി പോയിട്ടുണ്ട് കേട്ടോ. തേങ്ങയായിട്ടില്ല, പക്ഷേ ഒരു ബന്നങ്ങ ടൈപ്പിലാണ് ആയത്. ശരിക്കും നമുക്ക് വേണ്ടത് നല്ല രീതിക്കുള്ള പാടയാണ് കേട്ടോ. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചിരണ്ടി ഏതായാലും ഒരു പാത്രത്തിലോട്ടാക്കാം ഇത്. അപ്പോൾ നമ്മളെ പീസ് നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മതി നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പാകത്തിലാണ് കേട്ടോ. സംഭവം അരിഞ്ഞ് സെറ്റാക്കിയപ്പോഴാണ് നമ്മൾ 2 കാര്യമില്ലാന്ന് ഓർത്തത്. ഒന്ന് ഐസ്ക്രീമും, രണ്ടാമത്തത് ഹോർലിക്സ് പൊടിയും അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പൊടിയും. അപ്പം നമുക്കത് വാങ്ങാനായിട്ട് നമ്മുടെ അൻവർക്കാട് കട വരെ ഒന്ന് പോയിട്ട് വരാം, വാ. നമ്മൾ ഈ പെണ്ണിന് പകരം വാഹനങ്ങളെ പ്രേമിക്കുന്ന ആൾക്കാർ എന്നെല്ലാം പറയുന്നില്ലേ, അതിലൊരാൾ ഞാനാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞോന്നല്ല, സത്യസന്ധമായ കാര്യം കേട്ടോ. ഇതാണ് നമ്മുടെ എടച്ചേരി നാട്ടുവഴി കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ നാടൻ വഴികളാണ്. ഈ സ്ഥലമാണ് നമ്മൾ പുലിമുക്ക് എന്നറിയപ്പെടുന്നത്. പണ്ട് ഇവിടെ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത പുലി, അതായത് നമ്മുടെ അൻവർക്ക. പുലിമുക്ക് ഭാഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഫേമസ് ഒരു കടക്കാരനാണ്. ആയിഷ സ്റ്റോർ എന്നാണ് കടയുടെ പേര് കേട്ടോ. അൻവർക്ക എന്ന് വെച്ചാൽ പവറാണ്. അപ്പോൾ അൻവർക്കയുടെ കയ്യിൽ നിന്നാണ് നമ്മളിന്ന് കട്ടപ്പാലും ബാക്കിയുള്ള സാധനങ്ങളും നമ്മൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംഭവം റെഡിയാണ്. നമ്മളൊരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കട്ടപ്പാലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അലങ്കാര പരിപാടിക്കായിട്ട് ഒരു 2 ബൂസ്റ്റിൻ്റെ പൊടിയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. നമ്മൾ നമ്മുടെ കട്ടപ്പാലിനെ പൊടിച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്രയൊന്നും ആവശ്യം വരില്ല കേട്ടോ, എന്നാലും ഇരിക്കട്ടെ, ഒരു രസമല്ലേ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇനിയിപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ ഇളനറിനെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പാലിനെയും നൈസായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീം ഉണ്ട്. മെയിൻ താരമാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള. അപ്പം ഐസ്ക്രീം ഇങ്ങനെ റെഡിയായി വെക്കുന്നുണ്ട്. അപ്പം നമ്മളതിന് ഒരു നൈസായിട്ട് നമ്മുടെ ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. നൈസായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക മാത്രമേ നമ്മൾ വേണ്ടൂ. പിന്നെ ഈ ബൂസ്റ്റിൻ്റെ പൊടി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നില്ല, കാരണം കളറിൽ നല്ല ചേഞ്ച് വരും. അപ്പം അതിനെ നമ്മളെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ നമ്മുടെ അലങ്കാര പണിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെക്കുക, നൈസായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. വളരെ ചെറിയ സമയം നമ്മൾ അടിക്കണ്ടു. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഒരുപാട് നിങ്ങൾ അടിച്ച് ലാഗടിപ്പിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു കോലത്തിൽ കിട്ടും. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നൈസായിട്ട് നമ്മൾ ഗ്ലാസ്സിലോട്ട് മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഗൈസ്, നിങ്ങൾ ഈ ഗ്ലാസ്സിൽ കണ്ട ചെറിയൊരു പൊടി കണ്ടോ, അത് കുരുമുളക് പൊടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന ബൂസ്റ്റിൻ്റെ പൊടിയാണ്. ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലോട്ട് നൈസായിട്ട് നമ്മളുടെ ഈ ഒരു ഷേക്കിനെ നമ്മൾ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്രേ പണിയുള്ളൂ, വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. പിന്നീടുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവത്തിനെ നമ്മൾ കഴിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളിപ്പം തയ്യാറാക്കിയ ഈ ഒരു സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ മുകളിൽ കുറച്ചും കൂടെ നമ്മൾ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, അതിനെക്കൊണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏലക്കായ് ഉൾപ്പെടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ വീഡിയോയിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുടിച്ചു കഴിഞ്ഞ് നല്ല രുചിയുണ്ട് എന്നൊന്നും പറയുന്നില്ല. ഓരോ ആൾക്കാരും നിർമ്മിക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലായിരിക്കാം. സോ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് വ്യക്തമായ രീതിയിൽ പറയാം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് ഇടാം. അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പറയാനുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. രാജകുമാരിക്ക് കുടിക്കുവാൻ പോലും അനുവാദമില്ലെന്നാലും കുടിക്കുവാൻ വേണ്ടി അവരിരുന്നു.